Hello all. Welcome to another lecture in influence line diagrams. So, in the last lecture, we learned how to analyze a simply supported beam subjected to a moving load having a UDL shorter than the span of the beam. So, in this lecture, we will learn how to analyze a simply supported beam subjected to UDL longer than the span when it is moving from one end to the other end of the beam. Okay, so like the last week, I just want to tell you അതായത് യു ഡി എല്ലിന്റെ ഫ്രണ്ട് എൻഡിനെ നമ്മൾ ഹെഡ് ഓഫ് ദ യു ഡി എൽ എന്നും ബാക്ക് എൻഡിനെ ടെയിൽ ഓഫ് ദ യു ഡി എൽ എന്നുമാണ് വിളിക്കുന്നത്, വിച്ച് ഈസ് ആക്ച്വലി നോട്ട് ഇമ്പോർട്ടൻറ്റ് ഹിയർ. എനിവേ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ കേസ്. സോ ദിസ് ഈസ് ദ ബീം. ഓക്കെ, നമുക്ക് എ ബി എന്നുള്ളൊരു ബീമുണ്ട്. അതിൽ സി എന്നുള്ള സെക്ഷനിലെ ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെന്റ് എന്നുള്ള കാര്യത്തെ പറ്റിയാണ് നമ്മൾ കൺസേൺഡ് ആയിരിക്കുന്നത്. സോ ലെറ്റ്സ് ഡ്രോ ദ ILDs. Okay, ILD for shear force at C will take the figure like this, and the ILD for bending moment at C will have a figure like this. Okay, so and look at this UDL. അപ്പം ഈ ബീമിനേക്കാളും നീളത്തിലുള്ള ഒരു UDL ആണ് ഇവിടുന്ന് ഒരറ്റം മുതൽ A തൊട്ട് B വരെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത്. സോ ദിസ് ഈസ് അനലോഗസ് ടു ദ കേസ് ഓഫ് എ റെയിൽവേ ബ്രിഡ്ജസ്. ഒരു റെയിൽവേ ബ്രിഡ്ജിന്റെ എന്ന് പറയുമ്പോൾ most cases railway bridge will be shorter than that of the train which is moving on it. Okay, so this is, you can compare it with that case. Okay, so അപ്പോൾ പഴയ കേസ് പോലെ തന്നെ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട കേസ് എന്ന് പറയുന്നത്, ഓക്കെ, നമ്മുടെ സെക്ഷൻ സി ഉണ്ട്. ആ സി എന്ന് പറയുന്ന സെക്ഷനിലെ മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ്, അതുപോലെ തന്നെ മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ്, മാക്സിമം ബെൻഡിങ് മൊമെന്റ്, അബ്സല്യൂട്ട് മാക്സിമം ഷിയർ ഫോഴ്സ്, അബ്സല്യൂട്ട് മാക്സിമം ബെൻഡിങ് മൊമെന്റ്, ഈ കാര്യങ്ങളൊക്കെയാണ്. സോ okay, let me, before I go to written statement, let me explain it to you using this figure. Okay, ഒരു practical പോലെ ഒന്ന് കാണിച്ചു തരാം. So like the last week, okay, I'm showing a scale. Okay, so this is the, suppose this is the simply supported beam. Okay, so and this is a short beam, and this is the section A, this is the B, support AB, and other section C ആണ് ഈ കാണുന്നത്, this marked point. Okay, so ഇവിടുന്ന് ഇങ്ങോട്ട് ലോഡ് പോവാണ്. സോ അസ്യൂം ദാറ്റ് ദിസ് ഈസ് ദ ലോഡ്. ഓക്കെ, സോ ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇത് ഇങ്ങനെ 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 പോവാണ്. ഓക്കെ, സോ വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ഏത് പൊസിഷനിൽ ലോഡ് വന്നാൽ, ഓക്കെ, ഇങ്ങനെ ഇത്ര ബീമിനേക്കാളും വലിയ ലോഡാണ്. സോ ലോഡ് ഏത് പൊസിഷനിൽ വന്നാൽ മാക്സിമം എക്സ്ട്രീം വാല്യൂസ് ഒബ്റ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, സോ കഴിഞ്ഞ വീക്ക് പോലെ തന്നെയാണ് ആക്ച്വലി ഇറ്റ് ഈസ് സിമിലർ ടു ദ കേസ് ഓഫ് എ UDL ഷോർട്ടർ ദാൻ ദ സ്പാൻ. ഓക്കെ, സോ absolute negative shear force, maximum negative shear force at this section, ഈ സെക്ഷനിലെ maximum negative shear force obtain ചെയ്യുന്നത് ഈ UDL ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴായിരിക്കും. ഓക്കെ, so when the head of the UDL is at the section, we can obtain the maximum negative shear force at the section. ഓക്കെ, അപ്പം കഴിഞ്ഞ കേസിൽ എങ്ങനെയായിരുന്നു വെച്ചാൽ മേ ബി ഈ UDL ചെറുതായിരുന്നു. സോ അത് ചിലപ്പം ഇവിടം വരെ വന്ന് അങ്ങ് നിന്ന് പോയേനെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എൻറ്റയർ UDL എന്ന് പറഞ്ഞ സ്പാനിനേക്കാളും വലുതാണ്. സോ ഇതേതായാലും ഈ അറ്റം ക്രോസ് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ മാക്സിമം UDL കേസ് വരുമ്പോൾ, മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സിന്റെ കേസ് വരുമ്പോൾ ദിസ് പോർഷൻ അല്ലെങ്കിൽ ഈ പോർഷന്റെ ILD ഫോർ ഷിയർ ഫോഴ്സ് ഫോർ ദിസ് സെക്ഷൻ, ഇത് നെഗറ്റീവ് പോയിന്റ് ആണ്. ഓക്കെ, സോ ഈ ഇവിടെ ലോഡ് വന്നു നിന്ന് ഈ ലോഡിന്റെ വാല്യൂ ഈ താഴത്തെ ILDയുടെ വാല്യൂ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ വി ഒബ്റ്റെയിൻ ദ മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ്. ഓക്കെ, പക്ഷേ അതുപോലെ തന്നെ ILDയിൽ ഇത്രയും ഭാഗം നെഗറ്റീവ് ആണെങ്കിൽ ഇത്രയും ഭാഗം പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പം മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ഒബ്റ്റെയിൻ ചെയ്യാൻ ബൈ ദ സെയിം ലോജിക് we have to put the load like this. അതായത് when the tail of the UDL is at the section, we obtain the maximum positive shear force. Okay, so ഇനിയിപ്പം മാക്സിമം ബെൻഡിങ് മൊമെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ ലോഡിനെ ഇങ്ങനെയാണ് വെക്കുക. ഓക്കെ, എനിവേ ദ ലോഡ് ഈസ് ബിഗർ ദാൻ ദ സെക്ഷൻ, ലോങ്ങർ ദാൻ ദ സെക്ഷൻ, ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഫോർ ദ സെക്ഷന്റെ ILD എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഫിഗർ ആയിരിക്കും. സോ ദ മാക്സിമം വാല്യൂ വിൽ ബി ഒബ്റ്റെയിൻഡ് വെൻ ദ ലോഡ് ഈസ് അറ്റ് ദ സെക്ഷൻ. അതായത് ലോഡ് ഈ സെക്ഷനെ മൊത്തം കവർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പൊസിഷനിൽ വന്നു നിന്നാൽ, എങ്ങനെ വന്നു നിന്നാലും കുഴപ്പമില്ല, പക്ഷെ ലോഡ് ബീമിനെ മൊത്തം കവർ ചെയ്യണം. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ we obtain the maximum bending moment at this section. ഓക്കെ, അതായത് ഇങ്ങനെ വന്നിട്ടോ കാര്യമില്ല, ലോഡ് ഇങ്ങനെ വരണം. അതിപ്പോൾ ഇങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല,
ഇങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ the load should cover the entire beam or the entire span. Okay, that in that case we obtain the maximum bending moment at this section. Okay, ഇനി നമുക്ക് extreme cases ആണ്. Extreme cases എന്ന് പറയുമ്പോൾ the maximum positive shear force, the maximum negative shear force, the maximum absolute maximum positive shear force, absolute maximum negative shear force, absolute maximum bending moment. Okay, so ആദ്യത്തെ കേസ് നോക്കാം, absolute maximum negative shear force. അപ്പോൾ absolute maximum negative shear force obtain ചെയ്യണമെങ്കിൽ അതായത് ILDയുടെ ഫുൾ പോർഷൻ നെഗറ്റീവ് ആകണം. ILDയുടെ ഫുൾ പോർഷൻ നെഗറ്റീവ് ആകണമെങ്കിൽ നമ്മുടെ സെക്ഷൻ എന്ന് പറയുന്നത് ഈ ബീമിന്റെ റൈറ്റ് എൻഡിൽ കൊണ്ടുപോയി മാറ്റി വെക്കണം. അതായത് എ ബി എന്നുള്ള ബീം ആണെങ്കിൽ ബിയും സിയും ഒരേ പോയിന്റ് വരണം. ഓക്കെ, സി എന്ന് പറയുന്ന സെക്ഷൻ ബി എന്ന പോയിന്റുമായിട്ട് കോയിൻസൈഡ് ചെയ്യുമ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് ദിസ് പോയിന്റിന്റെ ILD എന്ന് പറയുന്നത് ഫുള്ളി നെഗറ്റീവ് ആകും. ആൻഡ് നമ്മൾ ലോഡ് അപ്പം ഇങ്ങനെ വെച്ചാൽ അല്ലെങ്കിൽ ഇതിനെ കവർ ചെയ്യുന്ന രീതിയിൽ വെച്ചാൽ ദാറ്റ് ഗീവ്സ് us the absolute maximum negative shear force. അതുപോലെ തന്നെ അബ്സല്യൂട്ട് മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് കിട്ടണമെങ്കിൽ ഇതിന്റെ നേരെ ഉൾട്ടായിട്ടുള്ള കാര്യം, അതായത് എ എന്ന പോയിന്റും സി എന്ന പോയിന്റും കോയിൻസൈഡ് ചെയ്യണം. അതായത് ലോഡ് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെക്ഷൻ സി എന്ന് പറയുന്നത് ബീമിന്റെ ലെഫ്റ്റ് എൻഡുമായിട്ട് കോയിൻസൈഡ് ചെയ്യണം. എന്ന് വെച്ചാൽ എ സ്മോൾ എ ഈക്വൽ ടു 0 എന്ന് പറയുന്ന, അതായത് ലെങ്ത് ഓഫ് സെക്ഷൻ ഫ്രം ദ ലെഫ്റ്റ് എൻഡ് ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ ലെഫ്റ്റ് എൻഡും സെക്ഷനും കൂടെ കോയിൻസൈഡ് ചെയ്യണം. അപ്പം ലോഡ് അപ്പോഴത്തെ ILDയുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഫുള്ളി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫിഗർ ആയിരിക്കും. ആൻഡ് ലോഡ് ഇതിനെ മൊത്തം കവർ ചെയ്യുന്ന അവസ്ഥയിൽ വന്നാൽ ലോഡിന്റെ വാല്യൂ ഇൻടു ഏരിയ ഓഫ് ദ ILD ഗിവ്സ് us the absolute maximum positive shear force. ഓക്കെ, അത് ഇപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഫിഗർ വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ILDയുടെ ഷേപ്പ് കാണുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ്. ഓക്കെ, സിമിലർലി അബ്സല്യൂട്ട് മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടണമെങ്കിൽ പഴയ പോലെ തന്നെ ദ സെക്ഷൻ ഷുഡ് ബി അറ്റ് ദ മിഡിൽ പോയിന്റ് ഓഫ് ദ ബീം. ബീമിന്റെ മിഡിൽ പോയിന്റിലാണ് സെക്ഷൻ വരുന്ന അവസ്ഥയിലാണ് absolute maximum bending moment of the beam is obtained and the load should be throughout the beam. ബീമിന്റെ ഫുൾ സ്പാനിൽ ലോഡ് വന്ന് അതുപോലെ തന്നെ സെക്ഷൻ പോയിന്റ് മിഡിലിൽ വരണം. അപ്പം സെക്ഷൻ പോയിന്റ് മിഡിലിൽ വരുമ്പോൾ ബെൻഡിങ് മൊമെന്റ് അറ്റ് ദിസ് പോയിന്റിന്റെ ILD എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ മാക്സിമം ഓർഡിനേറ്റ് ആൻഡ് ദാറ്റ് ഏരിയ ഓഫ് ദിസ് ILD ഫോർ BM into this UDL gives us the absolute maximum bending moment value. Okay, so let's see it in a detailed manner. Okay, so this is the scenario. So we need to find out the maximum negative shear force. So നേരത്തെ explain ചെയ്ത പോലെ when the head, okay, so this is the situation. You have a beam here, so we have a UDL which is longer than the beam. Okay, so when the head of the UDL is at the section, അതായത് ഇത്രയും വലിയ UDL ആണെങ്കിലും ഓക്കെ, പക്ഷെ ഇത് ഇവിടെ വന്ന് ഈ പറയുന്ന സെക്ഷന്റെ ഇവിടെയാണ് UDLന്റെ ഹെഡ് നിൽക്കുന്നത്. അതായത് ഇങ്ങനെയാണ് ഏകദേശം ലോഡിന്റെ പൊസിഷൻ നിൽക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ ദിസ് ഈസ് ദ ILD ഫോർ ഷിയർ ഫോഴ്സ് HC. അപ്പോൾ ഈ ഒരു നെഗറ്റീവ് ഏരിയ മൊത്തം UDL കവർ ചെയ്യും. ഓക്കെ, സോ ദിസ് നെഗറ്റീവ് ഏരിയ ഇൻടു ദ വാല്യൂ ഓഫ് ദ UDL gives us the maximum negative shear force at the section. Okay, so maximum negative shear force will be this area, കാണുന്ന ഏരിയ into the UDL. അപ്പം ആ ഏരിയ എന്ന് പറയുന്ന ഹാഫ് ഇൻറ്റു, ഓക്കെ, ദിസ് ഇസ് ദ ട്രയാങ്കിൾ, സോ ഹാഫ് ഇൻറ്റു A ഇൻറ്റു A/L ഇൻറ്റു W. ഓക്കെ, ഇവിടെ മൈനസ് ഉപയോഗിക്കാതെ വി ആർ കൺസിഡറിങ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ്. അപ്പം മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ അത് നെഗറ്റീവ് ആണെന്ന് ഇംപ്ലൈഡ് ആണ്. പിന്നെ നമുക്ക് ഇവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ A/L എന്ന ക്വാണ്ടിറ്റി എടുക്കുന്നത് ഇൻസ്റ്റെഡ് ഓഫ് -A/L. ഓക്കെ, സോ ദിസ് ഈസ് ദ ബേസിക്കലി ഇതിന്റെ ലോജിക്ക് ഇതാണ്. ഇത്രയും ഏരിയ നെഗറ്റീവ് ആണ്, അപ്പോൾ ഇത് മൊത്തം ഇൻകോർപ്പറേറ്റ് ആക്കാൻ പറ്റിയാൽ ഈ സെക്ഷനിലെ മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് നമുക്ക് കിട്ടും. ഓക്കെ, അതേ ലോജിക്ക് തന്നെയാണ് മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സിന്റെ കേസിൽ എടുക്കുക. അപ്പോൾ ഇവിടുത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ കാണുന്ന പോർഷൻ ആണ്. സോ അത്രയും കവർ ചെയ്യുന്ന രീതിയിൽ UDL വന്നാൽ നമുക്ക് മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ഒബ്റ്റെയിൻ ചെയ്യാം. അതായത് so if this is the beam, okay, we have the section A, B, we have the section C which is at a distance of A from the left support. Okay, so the ILD എന്ന് പറയുന്ന ഈ ഷേപ്പിലായിരിക്കും. ആൻഡ് ഇതിലെ പോസിറ്റീവ് ഏരിയ എന്ന് പറയുന്ന ഈ പോർഷനും, അപ്പം ഈ പോർഷനെ കവർ ചെയ്യുന്ന രീതിയിൽ UDL നിന്നാൽ ദാറ്റ് ഈസ് ലൈക്ക് ദിസ്. ഓക്കെ, അത് ഇത്രയൊന്നും അല്ല, ആക്ച്വലി UDL ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്.
ഓക്കെ, സിമിലർലി ഇവിടെ ഇങ്ങോട്ടുണ്ട്. പക്ഷേ ദ ടെയിൽ ഓഫ് ദ UDL ഷുഡ് ബി അറ്റ് ദ സെക്ഷൻ. അതായത് നെഗറ്റീവ് പോർഷനെ കവർ ചെയ്യാതെ പോസിറ്റീവ് പോർഷനിൽ മാത്രം കവർ ചെയ്യുന്ന രീതിയിൽ UDL വരുന്നതാണ്. അപ്പോൾ ദിസ് ഏരിയ ഇൻറ്റു ദ UDL gives us the maximum positive shear force at section C. Okay, section C. And the value is the area of this triangle into this UDL. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു L minus A by L into L minus A. Okay, this distance into this distance into W. Okay, maximum positive shear force is half into L minus A into L minus A by L into W. Okay. ഇത് വേണമെങ്കിൽ നമുക്ക് ലൈക്ക് ഈ രണ്ട് ഫോർമുലയും എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. WA² by 2L എന്ന് എഴുതാം, L minus A the whole square into W by 2L എന്നൊക്കെ എഴുതാം. പക്ഷേ I just want to put across the concept that is implied here. Okay. So third case, we need to for the particular section C എന്ന് പറയുന്ന സെക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ബീം ഇങ്ങനെ നിൽക്കുമ്പോൾ ലൈക്ക് മാക്സിമം അതിൻ്റെ UDL വരച്ചാൽ ഇറ്റ് ടേക്സ് ദ ഷേപ്പ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഈ ഏരിയ ഫുൾ കിട്ടുന്നതാണ് നമ്മുടെ ഏറ്റവും മാക്സിമം വാല്യൂ കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്നും നിൽക്കില്ല. ലൈക്ക് UDL ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇത്ര ഏരിയ കൺസിഡർ ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലാതെ ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ ഇത്രയും ഏരിയ കൺസിഡർ ചെയ്യേണ്ട കാര്യമുള്ളൂ. പക്ഷേ UDL ഫുൾ സ്പാനിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ ടോട്ടൽ ഏരിയ കൺസിഡർ ചെയ്യാം. അപ്പോൾ അത് കൂടുതൽ വാല്യൂ, ഐ മീൻ ബിഗ്ഗർ മാഗ്നിറ്റ്യൂഡ് കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് എ മോർ വാല്യൂ ഫോർ ദ bending moment at the section. So basically the concept here is that whenever the UDL spans the entire beam, we obtain the maximum bending moment at this section. Okay, അതായത് ഈ കാണുന്ന പോലെ ലോഡ് വരികയാണ്. And the maximum bending moment will obviously be the area of this triangle into W. അപ്പോൾ ഈ ഓർഡിനേറ്റ് നമുക്കറിയാം A into L minus A by L. Okay, so this length is L. So half into L into A into L minus A by L is the area of this triangle into W gives the maximum bending moment at C. Okay, so ഈ കണ്ടത് അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് C എന്ന് പറയുന്ന ഒരു സെക്ഷൻ. സോ C എന്ന് പറയുന്ന സെക്ഷൻ ഇങ്ങനെ the value of A മാറുന്ന അനുസരിച്ച് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ റൈറ്റ് നൗ അപ്പം നമ്മളോട് മിക്കവാറും ചോദിക്കുക അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ലൈക്ക് ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്ന് 8 മീറ്റർ മാറി അല്ലെങ്കിൽ 7 മീറ്റർ മാറി ഒരു സെക്ഷൻ എടുക്കുക. ആ സെക്ഷനിൽ ഉണ്ടാകുന്ന മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ്, മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ്, മാക്സിമം ബെൻഡിങ് മൊമെന്റ് അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാനായിരിക്കും. ഓക്കെ, ഇൻ സം കേസസ് വിൽ ബി ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ അബ്സല്യൂട്ട് മാക്സിമം വാല്യൂസ്, എക്സ്ട്രീം വാല്യൂസ്. ഒരു ബീമിൽ എവിടെ ലോഡ് വെച്ചാലാണ് അല്ലെങ്കിൽ സെക്ഷൻ ഏത് കൺസിഡർ ചെയ്താലാണ് ഏറ്റവും മാക്സിമം ഷിയർ ഫോഴ്സ് അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ഉണ്ടാകുക എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ ആ ഒരു കേസ് നമുക്ക് നോക്കാം. ഓക്കെ, സോ വി ഹാവ് അഗെയിൻ അബ്സല്യൂട്ട് മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ഇൻ ദ ബീം. അതെങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് നോക്കാം. സോ ILD വരച്ചാൽ, ഓക്കെ, സോ നമുക്കറിയാം ILD എന്ന് പറയുന്നത് ഫോർ ദ ഷിയർ ഫോഴ്സ്. സോ വെനെവർ റെഗുലർ ആയിട്ടൊരു കേസ് എടുക്കുകയാണെങ്കിൽ ഓക്കെ ഇങ്ങനെയായിരിക്കും ഷേപ്പ് വരിക. ഓക്കെ, അപ്പം സെക്ഷൻ ഡിസ്റ്റൻസ് ഇങ്ങനെ വന്നാൽ ഇത് നെഗറ്റീവും ഇത് പോസിറ്റീവും. അപ്പോൾ മാക്സിമം നെഗറ്റീവ് കിട്ടണമെങ്കിൽ ഇത് എത്രത്തോളം അല്ലെങ്കിൽ ഈ പോർഷൻ എത്രത്തോളം വലുതാകുന്നോ അതുപോലെ തന്നെ ഈ പോർഷൻ എത്രത്തോളം ചെറുതാകുന്നു അത്രത്തോളം കൂടുതൽ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് ഫാക്ടേഴ്സ് ഇതിൻ്റെ അകത്ത് വരും. ഓക്കെ, അപ്പം ഈ A ഇങ്ങനെ ഇവിടെ നിൽക്കുന്ന A, അതായത് ഈ ഡിസ്റ്റൻസ് ആണ് A. ഈ A ഇൻക്രീസ് ചെയ്ത് ഈ അറ്റം വരെ എത്തിയാൽ നമുക്ക് ഇത് മൊത്തം നെഗറ്റീവായിട്ടും അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇത് ഫുൾ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ ആയിരിക്കും കിട്ടുക. സോ വെനെവർ ദ ലെങ്ത് A ഈക്വൽ ടു L, അതായത് ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്ന് സെക്ഷനോട്ടുള്ള ഡിസ്റ്റൻസ് L ആയിട്ട് വരുന്ന ആ കേസിൽ വി ഒബ്റ്റെയിൻ ദ അബ്സല്യൂട്ട് മാക്സിമം ഷിയർ ഫോഴ്സ് ഇൻ ദ ബീം. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ A by L ന്റെ വാല്യൂ 1 ആവുന്നു, L minus A by L ന്റെ വാല്യൂ 0 ആകുന്നു. സോ ദിസ് ഈസ് ബേസിക്കലി എ ILD for shear force at C which has only negative values. Okay, so the section C coincide with the right support B. So that is the condition given here, that when the section is at the right support and the UDL spans the entire beam. അപ്പോൾ UDL എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതിൽ നീളമുള്ളതാണ്. ഓക്കെ, അപ്പം പക്ഷെ അതെങ്ങനെ നിന്നാലും ബീമിലെ മൊത്തം UDL കവർ ചെയ്താൽ we get the absolute maximum negative shear force. So അപ്പോൾ this area into UDL gives us the absolute maximum negative shear force, which will be half into that is half into 1 into L into W. Okay, so the next case is similarly absolute maximum positive shear force. അപ്പോൾ നേരത്തെ പറഞ്ഞ ഫിഗർ പോലെ തന്നെ ഈ നെഗറ്റീവ് ഏരിയ കുറച്ച് പോസിറ്റീവ് ഏരിയ എത്രത്തോളം
ഇൻക്രീസ് ആക്കുന്നുവോ, ഓക്കെ ദിസ് ഈസ് ദ പോസിറ്റീവ് ഏരിയ, ഇത് എത്രത്തോളം ഇൻക്രീസ് ആക്കുന്നോ അത്രത്തോളം പോസിറ്റീവ് ഫാക്ടേഴ്സ് ഈ ബീം ഷിയർ ഫോഴ്സിന്റെ അകത്ത് വരും. അപ്പം ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ഡിസ്റ്റൻസ് 0 ആക്കി മാറ്റിയാൽ, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഇല്ല, ഇത് മൊത്തം പോസിറ്റീവ് മാത്രം വരുന്ന കേസിലായിരിക്കും ഈ അബ്സല്യൂട്ട് മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് വരിക. ഓക്കെ, സോ നമുക്ക് ഈ നേരത്തെ കേസ് വെച്ച് അത് വേണം ഇമാജിൻ ചെയ്യാം ദാറ്റ് വെൻ എവർ എ ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ സെക്ഷന്റെ ഡിസ്റ്റൻസ് ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്ന് എത്രത്തോളം കുറയുന്നു അത്രത്തോളം പോസിറ്റീവ് ഫാക്ടർ വരും. അപ്പോൾ ആ ഡിസ്റ്റൻസ് 0 ആണെങ്കിൽ അബ്സല്യൂട്ട് മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് കിട്ടും. സോ ദാറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് സി ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ സ്മോൾ എ വിൽ ബി ഈക്വൽ ടു 0. That implies a by l equal to 1, a by l equal to 0 and l minus a by l equal to 1. So the ILD will be like this. Okay, so this is this triangle is a positive area. അപ്പോൾ അഗെയിൻ ഇതിന്റെ UDL-നെ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, ഈ ഏരിയ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ we get the absolute maximum positive shear force in the beam, which will be equal to half into 1 into L into W. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, absolute maximum നെഗറ്റീവ് ഷിയർ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡും absolute maximum positive shear forceന്റെ മാഗ്നിറ്റ്യൂഡ് ഒന്ന് തന്നെയാണ്. that is equal to WL/2. okay, so next is the case of absolute maximum bending moment in the beam. എവിടെ ലോഡ് എങ്ങനെ വെച്ചാലാണ് അല്ലെങ്കിൽ സെക്ഷൻ എവിടെ വന്നാലാണ് ഏറ്റവും മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഒബ്വിയസ്ലി UDL ഷുഡ് കവർ ദ എൻറ്റയർ സ്പാൻ, അത് നമുക്കറിയാം. പിന്നെ എവിടെയാണ് സെക്ഷൻ വരേണ്ടതെന്ന് അപ്പോൾ നമ്മുടെ ലോജിക്ക് വെച്ച് നമുക്കറിയാം, സെൻട്രൽ പോയിന്റിൽ അല്ലെങ്കിൽ ബീമിന്റെ സെന്ററിൽ സെക്ഷൻ കൺസിഡർ ചെയ്താൽ, അതായത് A ഈക്വൽ ടു L/2, L മൈനസ് A ഈസ് ഓൾസോ ഈക്വൽ ടു L/2 എന്നുള്ള അവസ്ഥ എടുത്താൽ ദിസ് ഈസ് ദ കേസ് വെയർ ദ അബ്സല്യൂട്ട് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഈസ് ഒബ്റ്റെയിൻഡ്. ഓക്കെ, അപ്പോൾ ലോഡ് എന്ന് പറയുന്നത് ഇങ്ങനെ 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 തന്നെ കിടക്കുകയാണ് ആൻഡ് ദ സെക്ഷൻ ഈസ് കൺസിഡർഡ് അറ്റ് C. അപ്പം ഈ വാല്യൂ, ഈ ഓർഡിനേറ്റ്, അതായത് A ഇൻറ്റു L മൈനസ് A ബൈ L എന്നുള്ളത് അതിന്റെ മാക്സിമം ആയ L/2 ഇൻറ്റു L/2 ബൈ L വിച്ച് വിൽ ബി ഈക്വൽ ടു L/4 എന്നുള്ള മാക്സിമത്തിലെത്തും. സോ ദിസ് ഈസ് ദ കേസ് ഓഫ് അബ്സല്യൂട്ട് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ആൻഡ് the value of the absolute maximum bending moment will be equal to obviously this area into the value of the load. Okay, that is W. So half into L into L/4 into W, that will be equal to WL square by 8. Okay, but you just need to know the concept. So ശ്രദ്ധിച്ചാൽ അറിയാം, this is exactly similar to the case നമ്മൾ പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന UDL, whenever UDL is acting throughout a span for a simply supported beam. Okay, anyway, so that's it about the concept. അപ്പോൾ മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ്, മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ്, മാക്സിമം ബെൻഡിങ് മൊമെന്റ് അപ്പോൾ ഏതെങ്കിലും ഒരു സെക്ഷനിലുള്ളത്, അതുപോലെ തന്നെ അബ്സല്യൂട്ട് മാക്സിമം, ഏറ്റവും മാക്സിമം ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റാവുന്ന അത്ര മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ്, നെഗറ്റീവ് ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും നമ്മൾ കണ്ടു. അപ്പം ഇതിൽ ആദ്യത്തെ 3 കേസ് ആയിരിക്കും ജനറൽ ആയിട്ട് ചോദിക്കുക, ബട്ട് യു നീഡ് ടു നോ ദ അതർ കേസസ് as well. Okay, so in the next class we will actually practically we'll do a problem to discuss the to practically learn the concepts that we did learn today. Okay, thank you so much.